നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാനൊരു യൂറോപ്യൻ കുക്കറിയാണ്. ഒരു ഫിഷ് അധികം മസാലയൊന്നും ഇല്ലാണ്ട് ഒരു കട്ല മത്സ്യത്തിൻ്റെ ചെറുത് ഇത്ര നീളമുള്ള ഒരു ചെറുതിനെ രണ്ട് ചെറുത് കിട്ടിയിട്ടുണ്ട്. ആ ചെറുതിനെ കൊണ്ട് ഇംഗ്ലീഷ് കുക്കറി പോലെ ഞാൻ ചെയ്തിട്ട് കാണിക്കാം. ഈ മീൻ ഇതാണ് രണ്ട് മീൻ. കുറച്ച് നേരം മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുകൊണ്ട് ഞാൻ ലൈം ജ്യൂസും മഞ്ഞളും കുരുമുളകും ഇട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കുറച്ചേ വേണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഈ യൂറോപ്യൻസ് അധികം എരിവിടാത്ത ആൾക്കാരാണല്ലോ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുക. ഇത് ഗ്രീൻ ചില്ലി സോസ്, നമ്മൾ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അതിൻ്റെ മുകളിൽ മസ്റ്റേർഡ് സോസാണ് ഇട്ടത്, ഗ്രീൻ ചില്ലി അല്ല, സോയ സോസ്, ഗ്രീൻ ചില്ലി. ഇതാണ് ഗ്രീൻ ചില്ലി. ഇത്രേ വേണ്ട, ഒരു എരിവ് വേണ്ടല്ലോ. ഇനി ഇത് മിക്സ് ചെയ്യണം. ഈ സോസും സോയാ സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോൾട്ടിയിലിട്ടത് കൊണ്ട് എടുക്കുന്നില്ല. മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ പരട്ടണം. നല്ലോണം പുരട്ടി വെക്കണം. ബാക്കി മസാലേൻ്റെ മുകളിൽ ഇതിനെ കടത്തിയായിട്ട് വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മറ്റേ സോട്ട് ചെയ്യുന്നതിന് ഈ കുറച്ച് മസാല ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇതിൻ്റെ അകത്ത് ഈ മസാലേൻ്റെ അകത്ത് സോയാ സോസും മറ്റേ മസ്റ്റേർഡ് സോസും ചില്ലി സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അകത്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ബട്ടറിൽ സോട്ട് ഇതിന് ഞാൻ മാരിനേഷന് വെക്കാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വെക്കണം. ഇതിന് വേണ്ടുന്ന വെജീസ് എന്തെല്ലാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ 3 കളർ കാപ്സിക്കം എന്തായാലും വേണം. കാപ്സിക്കാണ് എൻ്റെ മെയിൻ ഇത്. അതിൽ ഒരു കാപ്സിക്കത്തിൻ്റെ കാലൊരു ഭാഗം അതിങ്ങനെ നീളത്തിൽ മുറിച്ചത്, അതേപോലെ ഗ്രീനും അത്ര തന്നെ, ഇതും അത് തന്നെ അത്ര തന്നെ. കാലിലൊരു ഭാഗം ക്യാരറ്റ് ഇതേപോലെ മുറിച്ചത് സോട്ട് ചെയ്യാനുള്ളതാണ്. ഉള്ളി അതിൻ്റെ ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളി, 3 പച്ചമുളക് ഇതേപോലെ മുറിച്ചിട്ട്, സ്പ്രിങ് അണിയൻസ് അത് കുറച്ച് അധികം വേണം. ലെറ്റ്യൂസ് ഇതിൻ്റെ മുകളിലാണ് ആ ഫിഷ് എടുത്ത് വെക്കുക, അതിന് വേണ്ടിയിട്ട് ലെറ്റ്യൂസ്. ഇത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ള മല്ലിയില. ഇത്രയും സാധനം ഇതിന് വേണ്ട. 2 ബട്ടർ. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി അത് മാരിനേഷൻ കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങും. ബട്ടറിട്ട് അത് ഒരുക്കാൻ വെച്ചു. നമ്മൾ നേരത്തെ കാണിച്ച ബട്ടർ ഇതിൻ്റെ അകത്ത് ഒരുക്കാനിട്ടിട്ടുണ്ട്. അത് ചൂടായി, അതിലേക്ക് ഞാൻ ഫിഷ് ഇടാം. ഇത് അധികം ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ബോയിലാവുകയോ വേണം. ബട്ടറിൽ മീനിങ്ങനെ ബോയിലായിക്കൊണ്ടിരിക്കുക അല്ല, വേഗമാവും. മാരിനേഷൻ കഴിഞ്ഞ സാധനമായതുകൊണ്ട് വേഗത്തിലാവും. ലെറ്റ്യൂസ് ലീവ്സ് മീനാവുമ്പോഴേക്ക് പ്ലേറ്റിൽ നിരത്തി.
വറുത്ത മീൻ ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം. എന്നിട്ടാണ് വെജിറ്റബിൾസ്. ഈ മീൻ, വറുത്ത മീൻ ഇല്ലാണ്ടാവണ്ട. എന്നിട്ട് അവരെല്ലാം ഇങ്ങനെ ബോയിൽ ചെയ്ത് കഴിക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ 2 സൈഡും ഇത് മാരിനേറ്റ് ചെയ്തുകൊണ്ട് ഫുൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി പച്ചമുളക്, ഉള്ളിയും ക്യാരറ്റും ആക്കി കുറച്ച് സമയമെടുക്കുന്ന സാധനമാണ്. സോട്ട് ചെയ്യേ വേണ്ടു, അധികം ആവാൻ പാടില്ല. സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് സോൾട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് 2 ആൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. സ്പ്രിംഗ് അനിയൻ്റെ ലാസ്റ്റ് കാപ്സിക്കം. ലാസ്റ്റ് ആ മസാല ഒന്ന് ചേർക്കുന്നുണ്ട്. അതിൽ സോട്ട് സോസി മസാല. പിന്നെ കാപ്സിക്കം, 3 കളർ കാപ്സിക്കം. എല്ലാ കളേഴ്സും ഇങ്ങനെ കാണണം. 3 കാപ്സിക്കത്തിൻ്റെ കളറ്, ഗ്രീന്, റെഡ്, ക്യാരറ്റിൻ്റെ പിങ്ക്, അങ്ങനത്തെ എല്ലാ കളറും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൈഡിൽ കുറച്ച് ഫിഷിനെ കാണിക്കണം. സൂപ്പർ സ്പെഷ്യൽ യൂറോപ്യൻ സ്റ്റൈൽ ഫിഷ് റെഡി. ഫീഡ്ബാക്ക് വേണേ.